കുടിയേറ്റ നടപടികൾ കാര്യക്ഷമമാക്കാൻ വിസ നടപടികളിൽ മാറ്റം വരുത്തി ന്യൂസിലൻഡ്. വിസ കാലാവധി, തൊഴിൽ പരിചയ മാനദണ്ഡങ്ങൾ, വേതനം എന്നിവയിലാണ് മാറ്റം വരുത്തിയത്. ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും ഇമിഗ്രേഷൻ എളുപ്പമാക്കുന്നതിനാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചത് എന്നാണ് വിവരം. പ്രവൃത്തി പരിചയം 3 നിന്ന് 2 വർഷമായി കുറച്ചിട്ടുണ്ട്. ഇനി മുതൽ 2 വർഷത്തെ തൊഴിൽ പ്രവൃത്തി പരിചയത്തിൽ ന്യൂസിലൻഡിൽ തൊഴിൽ നേടാൻ സാധിക്കും. ഈ പുതിയ മാറ്റം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പേരെ ന്യൂസിലൻഡിലേക്ക് കുടിയേറാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ന്യൂസിലൻഡിൽ നിരവധി ജോലി അവസരങ്ങൾ ഇന്ത്യക്കാർക്കായി തുറക്കും. ഉയർന്ന പരിചയസമ്പന്നരായ തൊഴിലാളികൾക്ക് 3 വർഷത്തെ മൾട്ടി എൻട്രി വിസയും കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് 7 മാസത്തെ സിംഗിൾ എൻട്രി വിസയും അനുവദിക്കാനാണ് ന്യൂസിലാൻഡിന്റെ പുതിയ തീരുമാനം. അംഗീകൃത തൊഴിലുടമ, തൊഴിൽ വിസ, സ്പെസിഫിക് പർപ്പസ് വർക്ക് വിസ എന്നിവയുടെ ശരാശരി വേതന മാനദണ്ഡങ്ങൾ സർക്കാർ നീക്കം ചെയ്തിട്ടുണ്ട്. പുതിയ നിയമം പറയുന്നത് മാർക്കറ്റ് നിരക്കനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം നൽകണമെന്നാണ്. കൂടാതെ 2025 ഏപ്രിൽ മുതൽ സ്റ്റുഡന്റ് വിസയിൽ നിന്നോ മറ്റേതെങ്കിലും ജോലിയിൽ നിന്നോ അംഗീകൃത തൊഴിലുടമ തൊഴിൽ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടക്കാല തൊഴിൽ അവകാശങ്ങൾ നൽകും. പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയും പരീക്ഷിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ യോഗ്യതകളനുസരിച്ച് രാജ്യത്ത് 3 വർഷം വരെ താമസിക്കാനും ജോലി ചെയ്യാനും പുതിയ നിയമം അനുവദിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ വിദ്യാർത്ഥികളും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് യോഗ്യരാണ്. ന്യൂസിലൻഡിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത് വളരെ പ്രയോജനകരമാണ്. അതേസമയം ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് 2 പ്രത്യേകതരം വിസ രാജ്യം അവതരിപ്പിച്ചു. ഈ സ്റ്റുഡന്റ് വിസ, ഈ സ്റ്റുഡന്റ് എക്സ് എന്നിവയാണ് ആഭ്യന്തര മന്ത്രാലയം പുതുതായി കൊണ്ടുവന്നത്. എല്ലാ അപേക്ഷകരും സർക്കാരിന്റെ സ്റ്റഡി ഇൻ ഇന്ത്യ പോർട്ടൽ ഉപയോഗിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന യോഗ്യരായ വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റുഡന്റ് വിസ പ്രയോജനപ്പെടുത്താം. ഈ സ്റ്റുഡന്റ് വിസ കൈവശമുള്ള വിദ്യാർത്ഥികളുടെ ആശ്രിതർക്കാണ് ഈ സ്റ്റുഡന്റ് എക്സ് വിസയ്ക്ക് അർഹത. പോർട്ടൽ വഴി വിസ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഈ സ്റ്റുഡന്റ് എക്സ് വിസ ആവശ്യമുള്ളവർ സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലായ www.indianvisaonline.gov.in/ വഴി അപേക്ഷിക്കാം. അവരുടെ അപേക്ഷയുടെ ആധികാരികത സ്റ്റഡി ഇൻ ഇന്ത്യ പോർട്ടൽ പരിശോധിക്കും. ഏതെങ്കിലും SII പങ്കാളിത്ത സ്ഥാപനങ്ങളിലൊന്നിൽ പ്രവേശന ഓഫർ ലെറ്റർ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. കോഴ്സിന്റെ കാലാവധി അനുസരിച്ച് 5 വർഷം വരെയാണ് സ്റ്റുഡന്റ് വിസകൾ നൽകാറുള്ളത്. റെഗുലർ, ഫുൾ ടൈം, ബിരുദ, ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ, PhD, മറ്റ് ഔപചാരിക പ്രോഗ്രാമുകൾ എന്നിവയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഈ സ്റ്റുഡന്റ് വിസ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് വിസ അനുവദിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ 8000-ലധികം വൈവിധ്യമാർന്ന കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന 600 പങ്കാളിത്ത സ്ഥാപനങ്ങളാണ് സ്റ്റഡി ഇൻ ഇന്ത്യ പോർട്ടൽ സംവിധാനത്തിൽ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.